Hello friends, welcome to Mechanical Classroom. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് 2019 സ്കീം പ്രകാരം ലാസ്റ്റ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസും അതിന്റെ സൊല്യൂഷനുമാണ്. ആദ്യമായി നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് കാണാം. ഇതാണ് 2019 സ്കീം പ്രകാരം ഡിസംബർ 2019 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ. രണ്ട് പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത്. പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് എ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യേണ്ടതുണ്ട്. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വീതമാണ്. അപ്പോൾ 30 മാർക്കാണ് പാർട്ട് എയിൽ നിന്ന് കിട്ടാനുള്ളത്. ഓക്കെ, 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 3 മാർക്ക്. Now പാർട്ട് ബി. പാർട്ട് ബിയിൽ answer one full question from each module. Each question carry 14 marks. Okay, module 1 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. 2 ക്വസ്റ്റ്യൻ ആണ് ഓരോ മൊഡ്യൂളിൽ നിന്നും ചോദിച്ചിട്ട്. ഓരോ ക്വസ്റ്റ്യനും 14 മാർക്ക് വീതമാണ് ഉള്ളത്. മൊഡ്യൂൾ 2. Module 3, Module 4, Module 5. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പോൾ 3 മാർക്കിന് 10 ക്വസ്റ്റ്യൻ, 10 into 3 30 മാർക്സും, പിന്നെ 14 മാർക്സിന്റെ 5 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ ഓരോ മൊഡ്യൂളിൽ നിന്നും 5 ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻസ് വീതമാണ് ഈ പാർട്ട് ബിയിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ളത്. അപ്പോൾ 5 into 14 equal to 70. 70 plus 30 equal to 100. ഇങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ആദ്യം നമുക്ക് പാർട്ട് എ സോൾവ് ചെയ്യാം. പാർട്ട് എ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ തന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ സോൾവ് ചെയ്യാം. ബാക്കിയുള്ള തിയറി ക്വസ്റ്റ്യൻസും ഡെറിവേഷനും നിങ്ങൾ ടെസ്റ്റ് നോക്കി പഠിക്കണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. A ladder of weight 30 kg is supported at wall and floor as shown in figure 1 below. A man of weight 72 kg stands on it vertically 8 meter above the floor level. There is a 100 kg force acting at topmost point of the ladder vertically. The mass distribution of the ladder is uniform. Considering all contact surfaces smooth, draw the free body diagram. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ലാഡറിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം ആണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എല്ലാ കോണ്ടാക്റ്റിംഗ് സർഫസും റിമൂവ് ചെയ്ത് ആ ഒരു പർട്ടിക്കുലർ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സും ഇതിൽ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്കിവിടെ മാസ് 30 kg, അതുപോലെ തന്നെ എ മാൻ ഓഫ് വെയിറ്റ് 72 kg. kgയിലാണ് തന്നിട്ടുള്ളത്. kgയിൽ തന്നിട്ടുള്ളതിനെ ഫോഴ്സിലോട്ട് കൺവേർട്ട് ചെയ്യണം. സോ വെയിറ്റ് ഓഫ് ലാഡർ ഈക്വൽ ടു 30 into 9.81, that is 294.3 Newton. വെയിറ്റ് ഓഫ് മാൻ ഈക്വൽ ടു 72 into 9.81, that is 706.3 Newton. അതുപോലെ തന്നെ ഈ ഒരു 100 kg ഫോഴ്സ് ഈസ് ആക്ടിങ് അറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് ലാഡർ വെർട്ടിക്കലി. ഈ ഒരു പോയിന്റിൽ ഈ ഒരു ഫോഴ്സിന് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ 100 into 9.81, that is 981 Newton. Okay, now let's draw a free body diagram. Okay, this is the free body diagram. ഇതിൽ ഈ ഒരു ലാഡറിൽ ആക്ട് ചെയ്യുന്ന എല്ലാ ഫോഴ്സസും റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ആദ്യമായി വെയിറ്റ് ഓഫ് ലാഡർ എക്സാക്ട് സെന്റർ പോയിന്റിൽ ആക്ട് ചെയ്യുന്നു. അതാണ് ബി എന്ന് പറഞ്ഞ പോയിന്റിൽ വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് വെയിറ്റ് ഓഫ് ലാഡർ ആണ്. ഈ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ എഴുതാം, വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതേപോലെ എഴുതി വെക്കുകയും ചെയ്യാം. ഓക്കെ, നൗ വെയിറ്റ് ഓഫ് മാൻ ഇവിടെ 8 meter above ആണ് വെയിറ്റ് ഓഫ് മാൻ ആക്ട് ചെയ്യുന്നത്. അതും വെർട്ടിക്കലി ഡൗൺവേർഡ് ആയിരിക്കും. അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. നൗ ദിസ് 100 kg ഫോഴ്സ് ആക്ടിങ് അറ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഓഫ് ലാഡർ വെർട്ടിക്കലി. സോ ദാറ്റ് ഫോഴ്സ് ഈസ് റെപ്രസെന്റഡ് ഹിയർ ആസ് 981 Newton. ബാക്കി ഇനി റെപ്രസെന്റ് ചെയ്യാനുള്ള ഫോഴ്സസ് റിയാക്ഷൻസ് ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ദ മാസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ലാഡർ ഇസ് യൂണിഫോം.
കൺസിഡറിങ് ഓൾ കോണ്ടാക്ട് സർഫസസ് സ്മൂത്ത്. എല്ലാ കോണ്ടാക്ട് സർഫസും സ്മൂത്ത് ആണ്, അതുകൊണ്ട് തന്നെ ഫ്രിക്ഷന്റെ ഇഫക്റ്റ് ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ബാക്കി റെപ്രസെന്റ് ചെയ്യാനുള്ള റിയാക്ഷൻസ് ആണ് ഈ വെർട്ടിക്കൽ വാളും ലാഡറും തമ്മിൽ പി എൻ ആർ പറഞ്ഞ പോയിന്റിലുള്ള റിയാക്ഷൻ, അതാണ് ആർ പി, അതാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇവിടെ ഡൗൺവേർഡ് റിയാക്ഷൻസ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റിൽ രണ്ട് റിയാക്ഷന് സാധ്യതയുണ്ട്. കാരണം വെർട്ടിക്കൽ പോർഷൻ കോണ്ടാക്റ്റിലുണ്ട്, അതേപോലെ തന്നെ ഫ്ലോറിലെ വെർട്ടിക്കൽ പോർഷൻ ക്യൂ എന്ന് പറഞ്ഞ പോയിന്റിൽ കോണ്ടാക്റ്റിലാണ്, അതുപോലെ ഫ്ലോറും കോണ്ടാക്റ്റിലാണ്. രണ്ട് റിയാക്ഷൻ ഉണ്ട്. ഒരു horizontal reaction acting from vertical portion of the floor and vertical reaction acting at point Q. ഇങ്ങനെ രണ്ട് റിയാക്ഷൻ ആണ് പോയിന്റ് ക്യൂവിൽ ആക്ട് ചെയ്യുന്നത്. ഫിഗർ ശ്രദ്ധിച്ച് വരക്കണം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫൈനൽ സൊല്യൂഷൻ ഓഫ് ദ പ്രോബ്ലം. Fourth question, another numerical problem. A simply supported beam AB of span 4 meter is carrying point loads 10 Newton, 6 Newton and 4 Newton at 1 meter, 2 meter and 3 meter respectively from support A. Calculate reactions at support A and B. 3-mark question ആണ്. ഈ ഒരു ക്വസ്റ്റ്യന് ഫിഗർ തന്നിട്ടില്ല. We have to draw the figure. So let's draw the diagram first. We have a simply supported beam AB. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ബീം ഉണ്ട്. ഇനി ആ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ ആക്ട് ചെയ്യുന്ന ലോഡ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 10 ന്യൂട്ടൺ, 6 ന്യൂട്ടൺ, 4 ന്യൂട്ടൺ അറ്റ് 1 മീറ്റർ, 2 മീറ്റർ, 3 മീറ്റർ റെസ്പെക്റ്റീവ്ലി. സോ 1 മീറ്റർ ഡിസ്റ്റൻസിൽ 10 ന്യൂട്ടൺ ഫോഴ്സ്, then another 2 meter distance from A 6 Newton force, another 3 meter distance 4 Newton force. ഇത്രയും ഫോഴ്സ് ആണ് ഇതിൽ ആക്ട് ചെയ്യുന്നത്. We have to calculate reactions as support A and B, that is RA and RB. Okay, so after drawing this diagram, force diagram, let's apply equilibrium condition. Considering equilibrium of forces vertically, that is sigma F equal to 0. Writing forces in vertical direction here, algebraic sum of vertical forces. RA is acting upward, upward force is taken as positive, downward force as negative. So we'll be getting equation like this. So you can represent equation in terms of RA and RB as RA plus RB equal to 20. Let it be equation 1. We will take moment about point A. Okay, we'll be getting relation like this: 10 into 1 plus 6 into 2 plus 4 into 3 minus RB into 4 equal to 0. Here moment due to this force 10 Newton is acting in clockwise direction. We are taking clockwise direction positive here, and anti-clockwise direction here RB, moment due to force RB is in anti-clockwise direction. We are taking it as negative. We will be getting RB from this relation as 8.5 Newton. We have from equation 1 RA plus RB equal to 20. So using equation 1, we will be getting RA as 11.5 Newton. These two are the answers of fourth question. Now another question. A force 2I plus 4J minus 3K is applied at the point A 1, 1, minus 2. Find the moment of the force about the point 2, minus 1, 2. Given data are force is given, force vector is given, force vector equal to 2I plus 4J minus 3K. Application point of force A equal to A 1, 1 minus 2. Moment center O is 2 minus 1, 2. We have to determine first R vector. Vector R is nothing but vector OA. Okay, OA can be determined from the relation S2 minus S1 into I plus Y2 minus Y1 into J plus Z2 minus Z1 into K. Okay, these are the values of S2, Y2, Z2. These are the values of S1, Y1, Z1. So we'll be getting R vector as minus I plus 2J minus 4K. We know moment of force is equal to vector R cross vector F. So
determinant ijk minus 1, 2 minus 4, 2, 4 minus 3. We'll be getting moment of force as 10I minus 11j minus 8. Okay. Now let's do another numerical problem. A body is projected at an angle such that its horizontal displacement is 3 times that of maximum height. Find the angle of projection. Okay. We have given a condition in this problem, that is range. Horizontal displacement is nothing but range. Range R. Range R is 3 times maximum height. Okay. We have relation for range as R equal to u square sine 2 alpha by g. Maximum height as u square sine square alpha by 2g. Substituting this relation in this equation, we will be getting u square sine 2 alpha by g equal to 3 u square sine square alpha by 2g. We know sine 2 alpha is 2 sine alpha cos alpha. Before we can cancel these terms. U square by g, രണ്ട് സൈഡിലുണ്ട് u square by g. We can cancel this term. Then so we can write sine 2 alpha as 2 sine alpha cos alpha, which will be equal to 3 sine square alpha by 2. We can cancel sine alpha and sine alpha at either side. We will be getting tan alpha as 4 by 3. So alpha equal to tan inverse 4 by 3, which is nothing but 53.13. So this is the angle of projection. Now another question. The position of a particle moving along a straight line is defined by the relation x equal to t cube minus 3t square minus 9t plus 12. Determine the time taken by the particle when its velocity becomes 0. Okay, we have given x equal to t cube minus 3t square minus 9t plus 12. Differentiating with respect to time t, will be getting velocity equal to dx by dt equal to 3t square minus 6t minus 9. When velocity v equal to 0, we have to determine time taken the particle when velocity is 0. So we are equating the expression for velocity to 0. Will be getting by solving this quadratic equation t equal to 3 and t equal to minus 1, but t cannot be minus value. So time taken by the particle when its velocity becomes 0 is 3 seconds. Now let's do last problem carrying 3 mark. A flywheel weighing 500 Newton and having radius of gyration 0.4 meter loses its speed from 300 rpm to 180 rpm in 1 minute. Calculate the torque acting on it. Let's write a given data as weight of a flywheel W equal to 500 Newton, initial speed, final speed, time, radius of gyration to determine torque. This is the expression for torque. Torque equal to I alpha, where I is mass moment of inertia, alpha is angular acceleration. Mass moment of inertia is related by the relation I equal to mk square, where k is radius of gyration. But alpha is not given. We can determine alpha from the relation omega equal to omega 0 plus alpha t. This relation is same as v equal to u plus at. Okay. So we can determine omega 0 first from n0 value. Omega 0 equal to 2 pi n0 by 60. This is the omega 0 value. Similarly, final angular velocity omega will be 18.85 radian per second. Substituting this value in this relation, equation of motion, we'll be getting alpha as minus 0.21 radian per second square. Substituting this value in the expression for torque, we'll be getting torque as minus 1.708 Newton meter. Okay. നമ്മൾ ഇതുവരെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ന്യൂമറിക്കൽ പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ 14 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്യാനുള്ളത്. Thanks for watching. In order to get beneficial videos like this, subscribe my channel Mechanical